നമസ്കാരം. കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. അവ വാവ് ദിവസവും വാവിൻ്റെ തലേനാളായ അതായത് ഓഗസ്റ്റ് 2, 3 തീയതികളാകുന്നു. ഈ ദിവസങ്ങളിൽ പിതൃക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു എന്നാണ് പറയുക. അതിനാൽ ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിതൃകോപം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും. അവർക്ക് നാം ചെയ്യുന്ന കർമ്മത്താൽ ദേവലോകത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടും എന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത്. അതിനാൽ പിതൃകോപത്താൽ വലയേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. ഇവ എന്തെല്ലാമാണ് എന്ന് അഥവാ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. മുറിക്കരുത്. മുടി, നഖം എന്നിവ നിങ്ങൾ ഈ സമയം വെട്ടുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ താടി വടിക്കാൻ പാടില്ല എന്നാണ് പറയുക. ചന്ദ്രന്റെ പ്രഭാവം കുറഞ്ഞിരിക്കുന്നതിനാൽ ഇവ ചെയ്യരുത് എന്നാണ് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും ഈ തെറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വീടുകളിൽ ചെടി, മരം എന്നിവ ഈ സമയം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മുറിക്കുന്നത് ദോഷകരമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതിനാൽ ആ കാര്യവും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കേണ്ടതാകുന്നു. ഈ 2 ദിവസങ്ങളിൽ കഴിവതും ഇങ്ങനെ ചെയ്യാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്രതം ഒരിക്കൽ എടുക്കുന്നവരും അല്ലാത്തവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് വാസ്തവം. വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുഷിഞ്ഞ വസ്ത്രം വീടുകളിൽ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല. തുണി ജലത്തിൽ മുക്കി വയ്ക്കരുത് എന്ന് പറയാം. ഉടനെ തന്നെ കഴുകി എടുക്കേണ്ടതാകുന്നു. ഈറൻ വസ്ത്രത്തിൽ നിന്നും ജലം ഇറ്റ് വീഴുന്ന രീതിയിൽ വീടിനകത്തായി ഒരിക്കലും വസ്ത്രം ഇടാൻ പാടുള്ളതല്ല. വസ്ത്രം ഇങ്ങനെ വീടിനുള്ളിൽ വയ്ക്കുന്നതിലൂടെ തീർച്ചയായും അത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ സമയം ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയതോ ദ്രവിച്ചതോ ആയ വസ്ത്രം ധരിക്കുകയോ വീടുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അത് ദോഷകരമായി ഭവിക്കും. പിതൃദോഷം വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ വൃത്തിയുള്ള ശുഭവസ്ത്രം മാത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് പിതൃകോപം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് കാരണമായി തീരും. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതുവസ്ത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഈ സമയം അണിയുകയോ അല്ലെങ്കിൽ പുതിയ വസ്ത്രം വാങ്ങുകയോ ചെയ്യരുത് എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതേപോലെ തന്നെ കറുത്ത വസ്ത്രം കഴിവതും ഈ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് നമ്മളിൽ പ്രത്യേകമായി തന്നെ ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും ഗുണകരമായ കാര്യങ്ങൾ പുറകിലേക്ക് പോകുന്നതിനും അത് കാരണമായി തീരും. കൂടാതെ പുതിയ ഉപകരണങ്ങൾ, വസ്തുക്കൾ കഴിവതും ഈ ദിവസങ്ങളിൽ വാങ്ങാതിരിക്കുന്നതാണ് ശുഭകരം അഥവാ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പറയാം. പുതിയ തുടക്കങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമായി മാറുക തന്നെ ചെയ്യും. അതിനാൽ കഴിവതും പുതിയ തുടക്കങ്ങൾ അല്പം കൂടി നീട്ടിവയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ശുഭകരം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. ശാരീരിക ബന്ധം ഒഴിവാക്കേണ്ടതായ ഒന്ന് തന്നെയാണ്. ബലിയിടുന്നവരും ഇല്ലാത്തവരും ഇത് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ 2 ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടുള്ളതല്ല. പിതൃസാന്നിധ്യം ഭൂമിയിലും നമ്മുടെ ഭവനങ്ങളിലും വർദ്ധിക്കുന്ന സമയമാണ് ഇത്. അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. പിതൃക്കളെ ഓർമ്മിക്കുവാനും അവർക്കായി കാര്യങ്ങൾ ചെയ്യുവാനും മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. ലഹരി, പലരും ലഹരി ഉപയോഗിക്കുന്നവരാകുന്നു. എന്നാൽ ഈ 2 ദിവസങ്ങളിൽ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് പിതൃദോഷത്തിന് കാരണമായി തീരും. മത്സ്യം, മാംസം, ലഹരി എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് ശുഭകരമല്ല. മാംസാഹാരം കഴിക്കുന്നതും ദോഷകരം തന്നെയാകുന്നു. ഈ 2 ദിവസങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അമിതമായി മൂർച്ചയുള്ള വസ്തുക്കൾ അമിതമായി ഈ സമയം ഉപയോഗിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിലിൻ്റെ ഭാഗമാണ് എങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തെറ്റില്ല. തൊടിയിലെ പുല്ല് കളയ്ക്കുകയോ മറ്റും ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കുക.
അതായത് നിങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ വിളിച്ച് അത് ജോലിയുടെ ഭാഗമായി ചെയ്യിക്കുന്നതിൽ തെറ്റില്ല. കൂടാതെ ഈ സമയം ആവശ്യമില്ലാത്ത മൂർച്ചയുള്ള വസ്തുക്കളുടെ ഉപയോഗം, അതായത് അത്യാവശ്യമല്ലാത്ത ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദേഷ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിതൃപ്രീതി അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ മുതിർന്നവരെയും മാതാപിതാക്കളെയും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാതിരിക്കുന്നവർക്ക് പിതൃപ്രീതി ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഈ കാര്യം നിത്യവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവരെയും മാതാപിതാക്കളെയും നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ചും ഈ 2 ദിവസങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഇത് നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഇരട്ടി ദോഷം തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അമിതമായി ദേഷ്യം ഒരു കാര്യത്തിലും പാടുള്ളതല്ല. പിടിച്ചാൽ നിൽക്കുന്നില്ല എങ്കിൽ, അതായത് ഈ ദേഷ്യം നിങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നിന്നും മാറി നിൽക്കുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുക. അതാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിതൃദോഷം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. കർക്കിടക അമാവാസി തലേനാൾ മന്ത്രം ജപിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പകുതിക്ക് വെച്ച് ഒരിക്കലും നിങ്ങൾ നിർത്തുവാൻ പാടുള്ളതല്ല. മന്ത്രജപം പൂർത്തിയാക്കണം എന്ന കാര്യം ഓർക്കുക. മന്ത്രം ജപിക്കുന്നതായ അവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യം വരികയാണ് എങ്കിൽ ഒരിക്കലും മന്ത്രജപം നിർത്തരുത്. അത് ദോഷകരമാണ്, അഥവാ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. ഇടയിൽ സംസാരിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഈ സമയം പാടുള്ളതല്ല. ആഹാരം കഴിക്കുമ്പോൾ ഒരിക്കലും ഈ സമയങ്ങളിൽ എണീക്കുവാൻ പാടുള്ളതല്ല. അതായത് ഈ 2 ദിവസങ്ങളിൽ ആഹാരം കഴിക്കുമ്പോൾ ഒരിക്കലും എണീക്കരുത്. ആഹാരം കഴിച്ച് പൂർത്തിയായതിനു ശേഷം മാത്രമേ എണീക്കുവാൻ പാടൂ. ലെതർ വസ്തുക്കൾ ജീവികളുടെ തോൽ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് ലെതർ വസ്തുക്കൾ. ചില ദിവസങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നത് അത്ര ശുഭകരമല്ല. അത്തരത്തിൽ ഒരു ദിവസം തന്നെയാണ് നാളെയും മറ്റന്നാളും. ഇന്ന് രാത്രി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതുമാണ്. അതിനാൽ തന്നെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി തീരും. പൊട്ടിയ വസ്തുക്കളും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന കാര്യം ഓർക്കുക. പൊട്ടിയ പാത്രം, പൊട്ടിയ കണ്ണാടിയിൽ നോക്കരുത് എന്ന കാര്യവും ഓർക്കുക. ആയുസ്സിനാണ് അത് ആപത്ത് വരുത്തുക, അതായത് ആയുസ് കുറയുന്നതിന് കാരണമായി തീരും. ഒരിക്കലും കേടായ കണ്ണാടിയിൽ നോക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല അവസരങ്ങളിലും പലരും നുണ പറയുന്നതാണ്. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. കാരണം പിതൃക്കൾ നിങ്ങളെ വീക്ഷിക്കുന്ന ദിവസങ്ങളാണ് ഇത്. അതിനാൽ കള്ളം പറയുന്നതിലൂടെ പിതൃദോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഹാരം കഴിക്കുന്നതായ അവസരത്തിൽ ഈ ഒരു കാര്യം ഓർക്കുക. നിറവയർ ആഹാരം ഒരിക്കലും പാടുള്ളതല്ല. ഇങ്ങനെ സംഭവിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ നിറവയർ ആഹാരം കഴിക്കരുത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവായ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. ഈ സമയം ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട, അഥവാ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. പരമശിവനെ ഈ സമയം ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമായി തീരും. സഹായം ചോദിച്ച് ആര് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും അവരെ ഒരിക്കലും തിരിച്ചുവിടാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം, നിങ്ങൾക്ക് കഴിയുന്ന ആ സഹായം അവർക്ക് ചെയ്തു നൽകുക. അതേപോലെ തന്നെ ഈ സമയം പക്ഷികളെയും അതേപോലെ മൃഗങ്ങളെയും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. പിതൃക്കൾ അയക്കുന്നവയാണ് ഇവ. അതിനാൽ തന്നെ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും. പിതൃക്കൾ വീടുകളിലേക്ക് അയക്കുന്ന ആ പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. നിങ്ങളുടെ വീടുകളിൽ ഈ പക്ഷിയോ മൃഗങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ ആ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും വീടുകളിൽ ചെയ്യേണ്ടതാകുന്നു.